അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇന്നലെ നമ്മൾ വിശദീകരിച്ചിരുന്നത് പ്രത്യേക കാരണം ഉണ്ടാകുന്ന സന്ദർഭത്തിലുള്ള സുന്നത്ത് നമസ്കാരം. അതിൽ പെട്ടതായിരുന്നു തഹിയ്യത്തുൽ മസ്ജിദ്, പള്ളിയിൽ പ്രവേശിച്ചാലുള്ള നിസ്കാരം. ഈ നിസ്കാരം ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ് പള്ളിയിൽ ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ ആ നമസ്കാരത്തിന് സമയം അവസാനിച്ചു. പള്ളിയിൽ വന്നിരുന്നു നിസ്കരിക്കാതിരുന്ന് കുറച്ച് കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞു. എന്ന് വെച്ചാൽ വന്ന ഉടനെ മറന്നതാണെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കണം. കൂടുതൽ സമയം കഴിഞ്ഞാൽ പിന്നീട് ആ നിസ്കാരത്തിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്നാൽ ഒരാൾ വന്ന് പള്ളിയിൽ ഇരുന്ന സന്ദർഭത്തിൽ അടുത്തിരിക്കുന്ന ആളുകൾക്ക് അവനെ ഉണർത്താൻ പറ്റുമോ എന്ന്, തഹിയ്യത്ത് നിസ്കരിച്ചിട്ടില്ലല്ലോ, നീറ്റ് നിസ്കരിക്കണം എന്നവരോട് പറയാം എന്നുള്ളതാണ്. ഒരാൾ അറിയാതെ ഇരുന്നു പോയാൽ അയാൾ എന്ത് ചെയ്യണം? ഉണർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതുപോലെ നിസ്കരിക്കാതെ ഒരാൾ ഇരുന്നപ്പോ നബി എന്ത് പറഞ്ഞു? കും ഫസല്ലി റക്അത്തൈൻ, നീറ്റ് 2 റക്അത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞ പോലെ നമുക്കും ഉണർത്താവുന്നതാണ് ഒരാളെ എന്നുള്ളതാണ് മറ്റൊരു വിഷയം. അതേപോലെ തന്നെ പിന്നെ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറഞ്ഞാല്, ഇപ്പൊ പള്ളിയിൽ വരുമ്പോ നമ്മൾ സലാം പറയാണോ വേണ്ടത് അതോ തഹിയ്യത്ത് നിസ്കരിക്കാണോ വേണ്ടത്? പണ്ഡിത ലോകത്ത് ചർച്ചയുള്ള ഒരു വിഷയമാണ്. നമ്മൾ ആദ്യം തഹിയ്യത്താണോ നിസ്കരിക്കേണ്ടത് അതോ സലാം പറയാണോ? അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഒമിൻ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ദാഖിൽ ഇലൽ മസ്ജിദ് യബ്തദി ബിറകഅത്തൈനി തഹിയ്യത്തുൽ മസ്ജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ പഠിപ്പിക്കുന്നത് പള്ളിയിൽ കയറിയവൻ ആദ്യം തഹിയ്യത്ത് നിസ്കരിക്കാണ് വേണ്ടത്, സലാം പറയല്ല. ആദ്യം തഹിയ്യത്ത് നിസ്കരിക്കാണ് വേണ്ടത്. സുമ്മ യജീഉ ഫയുസല്ലിമു അലൽ ഖൗം. നബിയുടെ ചര്യ അങ്ങനെയായിരുന്നു, സഹാബാക്കളൊക്കെ. എന്നിട്ട് പിന്നെ വന്നിട്ട് എന്ത് ചെയ്യും? ആളുകളോട് സലാം പറയും. ഫതകൂനു തഹിയ്യത്തുൽ മസ്ജിദ് ഖബല തഹിയ്യത്തി അഹ്ലിഹി. സ്വന്തക്കാരോട് സലാം പറയുന്നതിന് മുമ്പ് ആദ്യം പള്ളിയിൽ ഉള്ള തഹിയ്യത്ത് നിർവഹിക്കുകയാണ് വേണ്ടത്. കാരണം ഫഇന്ന തിൽക ഹഖ്ഖുല്ലാഹ്, അത് അള്ളാഹുവിന് കൊടുക്കാനുള്ള അവകാശമാണ്, അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സലാം പറയുന്നത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ സൃഷ്ടാവിന്റെ കാര്യങ്ങൾക്കാണ്, അവകാശത്തിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം നിസ്കരിക്കുക, പിന്നെ സലാം പറയുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ സഹാബാക്കളുടെ ഹദീസിൽ നിന്നും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഇരിക്കുകയാണ് സഹാബാക്കളുടെ കൂടെ. ആ സന്ദർഭത്തിൽ ഒരാൾ വന്നു, അയാൾ നേരെ നിന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നീ പോയി നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല, നിസ്കാരം ശരിയായിട്ടില്ല. അങ്ങനെ അതേയാള് വീണ്ടും പോയി നിസ്കരിച്ചിട്ട് വന്നു സലാം പറഞ്ഞു. ആ സംഭവം നമ്മൾ മുമ്പ് വിവരിച്ചാണ്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ചു. അങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. അപ്പൊ ഈ ഹദീസ് നിന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളൊക്കെ ഇരിക്കുമ്പോ ഈ വന്ന സഹാബി സലാം പറയല്ലേ ചെയ്ത്, ആദ്യം നിസ്കരിക്കുക ചെയ്ത്. ആ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് സലാം പറഞ്ഞത്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിച്ചതുമില്ല. എന്തേ വരുമ്പോ സലാം പറയാതിരുന്നത് എന്ന് നബി ചോദിച്ചില്ല. മറിച്ച് ആദ്യം നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? സലാം പറഞ്ഞിട്ടുള്ളത് എന്ന്. അതേപോലെ നമ്മൾ ഇന്നലെ വിശദീകരിച്ചിരുന്നു, വിലക്കപ്പെട്ട സമയത്താണെങ്കിലും കാരണമുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കാം. നിസ്കാരം പാടില്ലാത്ത സമയങ്ങളിലും എന്ത് ചെയ്യാം? പിന്നെ കാരണമുള്ള തഹിയ്യത്ത് പോലുള്ളത് നിസ്കരിക്കാം. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫിനെ കുറിച്ചും മക്കയിലെ ഹറമിൽ നിസ്കരിക്കുന്നതിനെ കുറിച്ചൊക്കെ നബി പറയണ്ടായി. യാ ബനി അബ്ദു മനാഫ് ലാ തംനഉ അഹദൻ ത്വാഫ ബിഹാദൽ ബൈത്ത് വസല്ല അയ്യത സഅത്തിൻ ശാഅ ഫിൽ ലൈലി അവൻ നഹാർ എന്ന് പറഞ്ഞാല് ബനി അബ്ദു മനാഫ് എന്ന് വിളിച്ചിട്ട് പറയാണ്, അബ്ദു മനാഫിന്റെ കുടുംബമേ, മക്കളെ, ലാ തംനഉ അഹദൻ ത്വാഫ ബിഹാദൽ ബൈത്ത്, ഈ കഅബയെ തവാഫ് ചെയ്യുന്ന ഒരാളെയും നിങ്ങൾ തടുക്കരുത്. വസല്ല അയ്യത സഅത്തിൻ ഷാ, അതേപോലെ തന്നെ അയാൾ എപ്പോ നിസ്കരിക്കുകയാണെങ്കിലും അയാൾ ഒരിക്കലും നിങ്ങൾ വിലക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മിനൽ ലൈലി വൻ നഹാർ, രാവിലാകട്ടെ രാത്രിയാകട്ടെ പകലിലാകട്ടെ എപ്പോഴും നിസ്കരിക്കുകയാണെങ്കിലും തടുക്കാൻ പാടില്ല. ഈ ഹദീസാണ് കാരണമുണ്ടെങ്കിൽ നിസ്കരിക്കുമ്പോ തടുക്കാൻ പാടില്ല എന്നുള്ളതിന് ഒരു തെളിവ്. അവൻ മക്കയിൽ ഏത് സമയത്ത് പോയിട്ട് നിസ്കരിക്കാം, അത് പാടില്ലാത്ത സമയത്താണെങ്കിലും നിസ്കരിക്കാം. ഹറമില് തവാഫ് ചെയ്യാം, തവാഫ് കഴിഞ്ഞിട്ടുള്ള നിസ്കാരം നിസ്കരിക്കാം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം, ഈ നിസ്കാരത്തിന് തഹിയ്യത്ത് നിസ്കരിച്ച് പള്ളിയിൽ ഇരിക്കുക എന്നുള്ളതിന് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഹദീസുകൾ ധാരാളമുണ്ട്.
ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാത്തുർ റജുലി ഫിൽ ജമാഅത്തി തുളഅഫു അലാ സലാത്തിഹി ഫി ബൈത്തി. വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമാണ് പള്ളിയിൽ നിസ്കരിക്കുന്നത്. അതേപോലെ തന്നെ മാർക്കറ്റിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠാണ് പള്ളിയിൽ നിസ്കരിക്കുന്നത്. 25 ലഅഫൻ, 25 ഇരട്ടി പ്രതിഫലം. ചില റിപ്പോർട്ടിൽ 27 എന്നും വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെ വിശദീകരിക്കേണ്ട, ഇതാ തവല്ലഅ, ഒരാള് വീട്ടിൽ നിന്ന് ഉളു എടുത്തു, ഫഹ്സന ഉളുവഹു, നന്നായിട്ട് ഉളു എടുത്തു എന്ന് പറഞ്ഞാൽ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് 3 പ്രാവശ്യം കഴുകി. സുമ്മ ഖറജ ലിൽ മസ്ജിദ്, പിന്നെ അവൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ലാ യുഖ്രിജുഹു ഇല്ല സ്വലാഹ്, നിസ്കരിക്കാൻ വേണ്ടിയല്ലാതെ അവൻ എന്ത് ചെയ്യുന്നില്ല, അപ്പൊ പുറത്തിറങ്ങിയിട്ടില്ല എങ്കിൽ ലം യഖ്തു ഖത്വതൻ ഇല്ലാ റുഫിഅത് ലഹു ബിഹാ ദറജ, അവൻ വെക്കുന്ന ഓരോ കാലടികൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പദവി അള്ളാഹു അവന് ഉയർത്തി കൊടുക്കും. വഹുത്ത അൻഹു ബിഹാ ഖതിയ, അതോടൊപ്പം ഒരു പാപം അവൻ അള്ളാഹു മായ്ച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. ഫഇദാ സല്ല, അങ്ങനെ പള്ളിയിലെത്തി അവൻ നിസ്കരിച്ചു, അതായത് തഹിയ്യത്ത് നിസ്കാരം നിർവഹിച്ചു എങ്കിൽ ലം തസലിൽ മലായികത്തു തുസല്ലി അലൈഹി, മലക്കുകൾ അവന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, അവന് വേണ്ടി സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാല് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. തഹിയ്യത്ത് നിസ്കരിച്ച് പള്ളിയിൽ ഇരുന്നാൽ മാദാമ ഫി മുസല്ല, അവൻ നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ, നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്, എന്തിന്, അടുത്ത് ഫർള് നിർവഹിക്കാൻ വേണ്ടി കാത്തു. അപ്പൊ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അല്ലാഹുമ്മ സല്ലി അലൈഹി അല്ലാഹുമ്മ അർഹംഹു എന്ന് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുമ്മ സല്ലി അലൈഹി, അള്ളാഹു ഇവന് ഗുണം നൽകണേ, അള്ളാഹുവിന് റഹ്മത്ത് ചെയ്യണേ, കരുണ ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലാ യസാലു അഹദുക്കും ഫീ സലാത്തിൻ മൻ തളറ സലാ, നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയാണ്, നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയാണ് നിസ്കാരം കാത്തിരിക്കുമ്പോൾ. അപ്പൊ തഹിയ്യത്ത് നിസ്കരിച്ചിട്ട് ജമാഅത്ത് കാത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ സമയത്തൊക്കെ നിസ്കരിക്കുന്ന കൂലിയാണ്. മാത്രമല്ല ചില ഹദീസിലുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒളു എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി, ആ ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, വിരലുകൾ കോർക്കരുത്, വിരലുകൾ കോർക്കാതെ പള്ളിയിലേക്ക് പോകണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, മറ്റ് അനാവശ്യ പ്രവൃത്തികളിലൊന്നും മുഴുകാതെ നിസ്കരിക്കാൻ പോകുകയാണെന്നുള്ള ഉദ്ദേശത്തോടെ സക്കീനത്തും വക്കാറോടുകൂടി ശാന്തമായി, പിന്നെ ആ ഗാംഭീര്യവും ബഹുമാനവും ഇതൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യാണ്, നിസ്കാരത്തിന്റെ പ്രതിഫലമാണ് ആ പോകുന്ന സന്ദർഭത്തിൽ വരെ, അത്രയും കൂലി അതിന് ലഭിക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ പള്ളിയിലേക്ക് വരുമ്പോ അച്ചടക്കത്തോടെ വന്ന് പിന്നെ പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചിരിക്കുന്ന ആ സമയത്തൊക്കെ നിസ്കരിക്കുന്ന പ്രതിഫലം നമുക്ക് കിട്ടും എന്ന്. അതേപോലെ തന്നെ തഹിയ്യത്തുൽ മസ്ജിദ് നമുക്ക് ഇല്ലാതെയാകുന്ന അവസ്ഥകൾ, എപ്പോഴൊക്കെയാണ് നിസ്കരിക്കേണ്ടാത്തത് എന്ന് പറയുന്ന ചില സന്ദർഭങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒന്ന്, ഖത്തീബ് പള്ളിയിലേക്ക് വരുമ്പോൾ, ഖുതുബ നിർവഹിക്കുന്ന ഇമാം എന്ത് ചെയ്യാണ്, ജുമാന്റെ നേരത്തുകൾ വരികയാണ്, അപ്പൊ അയാള് മിമ്പറമ കയറിയിട്ടാണ് ഇരിക്കുന്നത്. ആ സന്ദർഭത്തിൽ തഹിയ്യത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ വിരോധം വരുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അങ്ങനെയായിരുന്നു, നേരെ വന്ന് മിമ്പറയിൽ കയറും, എന്നിട്ട് എന്ത് ചെയ്യും, സലാം പറഞ്ഞ് ഖുതുബ തുടങ്ങുകയാണ് ചെയ്തിരുന്നത്. രണ്ടാമത്തത്, പള്ളിയിൽ വന്നിട്ട് സുന്നത്തോ ഫർളോ ഏതെങ്കിലും നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ പിന്നെ തഹിയ്യത്തിന്റെ ആവശ്യമില്ല, നമ്മൾ ഇന്നലെ വിശദീകരിച്ചതാണ്. മൂന്നാമത്തത്, ഇഖാമത്ത് കൊടുത്തിട്ടുണ്ട്, പള്ളിയിലെത്തിയ സന്ദർഭത്തിൽ ഇഖാമത്ത് കൊടുത്തു എങ്കിൽ അവന് വേറെ നിസ്കരിക്കാൻ പാടില്ല, ആ ഇഖാമത്ത് കൊടുത്ത നിസ്കാരമാണ് നിസ്കരിക്കേണ്ടത്. അതേപോലെ തന്നെ ജമാഅത്ത് നടക്കുന്ന സന്ദർഭത്തിലും ആ ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. ബാങ്ക് വിളിക്കുന്ന സമയമാണെങ്കിൽ എന്ത് വേണം, അവന് തഹിയ്യത്ത് നിസ്കരിക്കല്ല വേണ്ടത്, അവൻ ഇരിക്കുന്നതിന് മുമ്പ് ബാങ്ക് കഴിയുന്നത് വരെ ആ ബാങ്കിന് ഉത്തരം നൽകി നിൽക്കുക. അതിനുശേഷം ബാങ്കിനുള്ള ശേഷമുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പിന്നെയാണ് തഹിയ്യത്തോ അല്ലെങ്കിൽ സുന്നത്തോ നിസ്കരിക്കേണ്ടത്. ജുമയുടെ ബാങ്കാണെങ്കിൽ, ജുമാന്റെ ബാങ്കാണ് വിളിക്കുന്നത് നമ്മൾ വരുന്ന സന്ദർഭത്തെങ്കിൽ അവൻ അവിടെ ബാങ്കിന് മറുപടി പറയല്ല, സുന്നത്ത് നിസ്കരിക്കാണ് വേണ്ടത്. പെട്ടെന്ന് തഹിയ്യത്ത് നിസ്കരിച്ച് ഖുതുബ കേൾക്കാൻ വേണ്ടി ഒരുങ്ങാണ് വേണ്ടത്. അതേപോലെ തന്നെ പള്ളിയിൽ വരുന്ന സന്ദർഭത്തിൽ ഇഖാമത്ത് വിളിക്കാൻ 1-2 മിനിറ്റൊക്കെ ഉള്ളൂ ബാക്കി, നിസ്കരിക്കാൻ ചിലപ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല, നിസ്കരിച്ചാൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പണ്ഡിതന്മാര് പറയുന്നത് അവർ കാത്തു നിൽക്കുകയാണ്, ഇഖാമത്ത് വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് വേണ്ടി, ഇരിക്കാതെ നിൽക്കുകയാണ് വേണ്ടത്. എന്നാൽ നമുക്ക് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം കിട്ടും എന്നൊരു പ്രതീക്ഷയോടെ ആണെങ്കിൽ അവന് പെട്ടെന്ന് എന്ത് ചെയ്യുക, വളരെ ലഘുവായിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഖാമത്ത് വിളിക്കുകയാണെങ്കിലോ അവന് 1 റക്അത്തോ ഒക്കെ ആയിട്ടുള്ളൂ, 2ാമത്തെ റക്അത്ത് അവന് പൂർത്തിയാക്കി ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടും എന്ന് ബോധ്യമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം, പിന്നെ
അത് പൂർത്തിയാക്കണം. കിട്ടൂല എന്നാണെങ്കിൽ അവൻ കൈയഴിച്ചിട്ട് പിന്നെ നിസ്കാരത്തിൽ നിന്ന് ഒഴിവായി ഇമാമിന്റെ കൂടെ കൂടുകയാണ്. ഇമാം നവവി റഹ്മഹുല്ല പറയുന്നുണ്ട്, വൈൻ ദഖല വൽ ഇമാമു ഫി ആഖിറിൽ ഖുതുബ, അവൻ പള്ളിയിൽ കയറിയ സമയത്ത് ഖുതുബന്റെ അവസാന ടൈമാണ് വെള്ളിയാഴ്ച. വഗലബ അലാ ദന്നിഹി അന്നഹു ഇൻ സല്ല തഹിയ്യ ഫഇന്നഹു ഫാതത്ഹു തക്ബീറത്തുൽ ഇഹ്റാം, അവൻ അവിടെ നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടും എന്നവൻ കരുതിയാൽ ലം യുസല്ലി തഹിയ്യ, അവൻ തഹിയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. ബൽ യഖിഫു ഹത്താ തുഖാമസ് സലാഹ്, നിസ്കാരം ഇഖാമത്ത് വിളിക്കുന്നവരെ അവൻ അവിടെ കാത്തു നിൽക്കുകയാണ് വേണ്ടത്. വലാ യഖഉദ്, ഇരിക്കാനും പാടില്ല. ലിഅല്ലാ യകൂന ജാലിസൻ ഫിൽ മസ്ജിദി ഖബല തഹിയ്യ, തഹിയ്യത്തിന് മുമ്പ് അവൻ പള്ളിയിൽ ഇരുന്നു എന്നുള്ളത് വരാതിരിക്കാൻ, ഇരിക്കാൻ പാടില്ല. ഇമാം നവവിയാണ് ഇത് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, വൈൻ അംകനഹു സ്വലാത്തു വഇദ്റാഖു തക്ബീറത്തുൽ ഇഹ്റാം സല്ലത്ത് തഹിയ്യ, അവന് ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടും എന്ന് അവന് പ്രതീക്ഷയുണ്ട്, അതിന് സാധ്യമാണെങ്കിൽ അവൻ തഹിയ്യത്ത് നിസ്കരിക്കണം എന്നതാണ് ഇതിനെക്കുറിച്ച് തീർച്ചപ്പെടുത്തിയ നല്ല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അപ്പൊ ഇത്തരം ഒരുപാട് വിഷയങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.